കാർത്തിക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ഭരണമാറ്റം അയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതിനു ശേഷം പ്രത്യേകിച്ച് രാജ്യത്ത് ആഭ്യന്തരമായ സംഘർഷം അതിരൂക്ഷമായിരുന്നു. ഖമേനിയുടെ പല നിലപാടുകൾക്കും എതിരെയുള്ള രൂക്ഷമായ സംഘർഷ സാധ്യതകൾ കൂടി മുൻനിർത്തിക്കൊണ്ടായിരുന്നു അമേരിക്കയും ഇസ്രായേലും ഈ സമയം ഏറ്റവും ഉചിതമായ സമയം എന്ന നിലയിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ അവിടെ കാർത്തിക് എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് കുർദുകളുടെ സഹായം അടക്കം അമേരിക്ക തേടുന്നു എന്നുള്ളതാണ്. അതിൽ എടുത്തു പറയേണ്ടത് ഇപ്പോൾ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെഗ്സെറ്റ് വ്യക്തമാക്കിയത് 2000 ഇടങ്ങളിൽ ആണ് ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിയിട്ടുള്ളത്. അതിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ പ്രത്യാക്രമണത്തിന്റെ ഭാഗമായി 500 ഇടങ്ങളിൽ ഇറാനും ആക്രമണം നടത്തി എന്ന ഡേറ്റയാണ് അവർ പങ്കുവെക്കുന്നത്. ഒപ്പം അമേരിക്ക പറഞ്ഞു വെക്കുന്നത് ഇത് ആക്രമണത്തിന്റെ പ്രാഥമിക ഘട്ടം മാത്രമാണ്, ഞങ്ങൾ ഇപ്പോഴും യഥാർത്ഥ ആക്രമണത്തിലേക്ക് കടന്നിട്ടില്ല, ഞങ്ങളുടെ ആയുധ ശേഖരങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ടില്ല, പ്രത്യേകിച്ച് ഇറാന്റെ ഗ്രാമീണ മേഖലകളിലേക്ക് അടക്കമൊന്നും ഒരു തരത്തിലും ഞങ്ങൾ ആക്രമണം നടത്തുന്നില്ല, തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ മാത്രമാണ്. പക്ഷേ വേണ്ടി വന്നാൽ അത് നടത്തും എന്ന് പറയുമ്പോഴും അമേരിക്കൻ സൈന്യത്തെ ഇറാനിലേക്ക് എത്തിക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിമാലയൻ ടാസ്ക്കാണ്. അവിടെയാണല്ലോ ഈ ഭരണമാറ്റ സാധ്യത എന്നത് അമേരിക്കയുടെ ഇംഗിതത്തിനനുസരിച്ച് അവിടെ നടക്കുന്നില്ല എന്നത്. അപ്പോൾ അതിനെ ഏത് തരത്തിൽ മറികടക്കുവാനുള്ള നീക്കം, അതായത് ഒരു സമ്പൂർണ്ണ വിജയം എന്ന നിലയിലേക്ക് ഇറാനെ തരിപ്പണമാക്കുന്ന ഒരു നീക്കത്തിലേക്ക് പോലും അമേരിക്ക കടന്നേക്കും എന്ന സൂചനയാണോ ട്രംപിന്റെ വാക്കുകളിലൂടെ ഒപ്പം പീറ്റിന്റെ വാക്കുകളിലൂടെയൊക്കെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്? ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും. പക്ഷേ അപ്പോഴും ഈ യുദ്ധം എത്ര കാലം ഇറാന് അമേരിക്കയ്ക്ക് മുന്നിലും ഇസ്രയേലിന് മുന്നിലും പിടിച്ചു നിൽക്കാനാകുമെന്ന് വ്യക്തമല്ല. കാരണം മിസൈൽ ശേഷിയിൽ മാത്രമാണ് ഒരു പക്ഷേ അവർക്ക് പിടിച്ചു നിൽക്കാനാകുക. വ്യോമാക്രമണം പ്രതിരോധിക്കാനടക്കം ഉള്ള സംവിധാനങ്ങൾ വളരെ താരതമ്യേന ഇസ്രയേലിനെ അപേക്ഷിച്ച് താരതമ്യേന വളരെ കുറവാണ് ഇറാന്. അതുകൊണ്ട് തന്നെ അംഗബലം കൊണ്ടും ആയുധശേഷി കൊണ്ടും എത്ര നാൾ ഇറാന് ഈ യുദ്ധത്തിന് പിടിച്ചു നിൽക്കാനാകും എന്നത് ഒരു ചോദ്യമാണ്. ആ ചോദ്യം തന്നെയായിരിക്കും സ്വാഭാവികമായും ഈ യുദ്ധം ഒരു വഴിത്തിരിവിലേക്ക് എത്താൻ വഴിവെക്കുന്നതും. കാരണം ഒരു ഘട്ടത്തിൽ ഇറാന് ഒരുപക്ഷെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടി വരും. ആ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമ്പോൾ സ്വാഭാവികമായും നിലവിലെ സാമ്പത്തിക ഉപരോധം അടക്കമുള്ള കാര്യങ്ങളിലായിരിക്കും അവർ ഒരുപക്ഷെ കണ്ടീഷൻസ് മുന്നോട്ട് വയ്ക്കുക. അങ്ങനെ അല്ലാതെ ഒരു ഭരണമാറ്റം എളുപ്പമല്ല എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ. പക്ഷേ അപ്പോഴും ഇറാൻ ആഗ്രഹിക്കുന്ന ചിലതുണ്ട്. കാരണം ഡിസംബർ അവസാനം മുതൽ ജനുവരി ആദ്യമൊക്കെ ഇറാനിൽ ഉടലെടുത്ത ആഭ്യന്തര കലഹങ്ങൾക്ക് കാരണം അവിടുത്തെ പണപ്പെരുപ്പമാണ്. ഇറാന്റെ റിയാലിന് കടലാസിന്റെ വില പോലും ഇല്ലാതാകുന്നു. അത്തരത്തിൽ രാജ്യം വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ ആ പ്രതിസന്ധി മറികടക്കണം. അതാണ് ഇറാന് നിലവിൽ ആയത്തുള്ള അലി ഖമനേയ്ക്ക് ശേഷം മറ്റൊരാൾ അവിടെ അധികാരം ഏറ്റെടുത്താലും ആ ഭരണാധികാരിക്ക് മുന്നിലുള്ള വെല്ലുവിളികളിൽ പ്രധാനം ആ രാജ്യം നിലവിൽ നേരിടുന്ന പ്രതിസന്ധികളായിരിക്കും. സ്വാഭാവികമായും തീർച്ചയായും അവിടെ കാർത്തിക അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, അതായത് ഖമനേയിയുടെ പിൻഗാമിയാണ് ഇനിയും ഇറാനെ നയിക്കാൻ പോകുന്നത് എങ്കിൽ അത് ആര് തന്നെയാണ് എങ്കിലും അവരെയും വധിക്കും എന്നതാണല്ലോ ഭീഷണി. അവിടെയാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ നിലപാട് നിർണായകമാവുക. ഇപ്പോൾ ചൈനീസ് ഇടപെടലും ഈ ഘട്ടത്തിൽ അതുമായി കൂട്ടി വായിക്കണം. ചൈനീസ് വിദേശകാര്യമന്ത്രി സൗദി അറേബ്യൻ തലവനുമായാണ് സംസാരിച്ചത്. സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു ചർച്ചകൾക്ക് സന്നദ്ധമാകാൻ ഏതെങ്കിലും സാധ്യതയുണ്ടോ? കഴിഞ്ഞ ദിവസം ഒമാൻ ഭരണാധികാരി ഇത്തരത്തിൽ സമവായ ശ്രമങ്ങൾ ആരംഭിക്കണം എന്നൊരു പ്രതികരണം നടത്തിയിരുന്നു. പക്ഷേ അതിനോട് ഒരു തരത്തിലുള്ള സഹകരണമോ അതിനോട് ഒരു തരത്തിലുള്ള ആ പ്രതികരണത്തിനുള്ള മറുപടിയോ നൽകാൻ മറ്റ് രാജ്യങ്ങൾ തയ്യാറായില്ല, പ്രത്യേകിച്ച് ഇറാൻ തയ്യാറായില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ വാക്കുകൾ ശുഭസൂചകമായിരുന്നു. കാരണം ഗൾഫ് രാജ്യങ്ങളോട് സന്ധി സംഭാഷണത്തിന് ഇറാൻ ഒരു തരത്തിൽ സന്നദ്ധത അറിയിക്കുന്നതായി ആ പ്രതികരണങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടു. കാരണം പെസഷ്കിയാൻ പറഞ്ഞത് മേഖലയുടെ സ്ഥിരതയ്ക്കായി ഒന്നിച്ചു നിൽക്കണമെന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. ഗൾഫ് രാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിക്കുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇസ്രയേലിന് പശ്ചിമേഷ്യയിലെ US എംബസികൾ ആക്രമിക്കുകയല്ലാതെ മറ്റു വഴികളില്ലായിരുന്നു എന്നുകൂടി മസൂദ് പെസഷ്കിയാൻ പറഞ്ഞിരുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വലിയ തോതിൽ പ്രതീക്ഷാവഹമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇറാന്റെ യുദ്ധക്കപ്പലിന് നേരെ അപ്രതീക്ഷിതമായി ഒരു ആക്രമണം IRIS ധേനയ്ക്ക് നേരെ ഉണ്ടായത് എന്നതാണ് ശ്രദ്ധേയം. സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ ഇനി ഇറാൻ
ഭരണകൂടത്തിൻ്റെ പ്രതികരണം അറിയണം. കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും നിലപാടായിരിക്കുമോ? സ്വാഭാവികമായും നിലപാട് കടുപ്പിക്കാൻ തന്നെയാണ് സാധ്യത. എങ്കിൽ കൂടിയും ഒരു സമവായ ശ്രമങ്ങളിലേക്ക്, അത്തരത്തിലൊരു സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടണമെങ്കിൽ സ്വാഭാവികമായും പശ്ചിമേഷ്യൻ ഭരണാധികാരികൾ തന്നെ ഇനി മുൻകൈയെടുക്കണം. അതിന് ഇപ്പോൾ ചൈന ഒരു ഇടപെടൽ ശ്രമവുമായി വന്നിരിക്കുന്നു. ആ ശ്രമങ്ങൾ എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയണം. സ്വാഭാവികമായും അങ്ങനെ ഒരു ചർച്ചകൾക്ക് വഴിയൊരുങ്ങിയാൽ അതിനോട് ഇറാൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഇനി മുന്നോട്ടുള്ള ഘട്ടം. എന്തായാലും ഇറാനും ഇസ്രയേലും പരസ്പരം ആക്രമണം കടുപ്പിക്കുകയാണ്. ലെബനൻ ലക്ഷ്യമാക്കി ഇസ്രയേൽ ശക്തമായ ആക്രമണം നടത്തുന്നു. അതോടൊപ്പം തന്നെ തെഹ്റാൻ ലക്ഷ്യമാക്കി ഇസ്രയേലും ശക്തമായ സ്ഫോടനങ്ങൾ നടത്തുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാനിൽ മാത്രം 1045 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ഇത് പുറത്തുവരുന്ന കണക്കുകളാണ്. ഒരുപക്ഷെ യാഥാർത്ഥ്യം ഇതിനുമൊക്കെ ഒരുപാട് മുകളിലായിരിക്കാം. ഇസ്രയേലിലും സമാനമാണ് സാഹചര്യം. ലക്ഷക്കണക്കിന് ആളുകൾ ബങ്കറുകളിലാണ്. അവർ നിരന്തരം സൈറൻ മുഴങ്ങുന്നു. ജെറുസലേമിൽ അടക്കം അവിടെ 19th വേവ് ഓഫ് അറ്റാക്സ് ഓപ്പൺ ചെയ്തു എന്നുകൂടി ഇറാൻ പറഞ്ഞു വയ്ക്കുന്നു. ഈ കപ്പലാക്രമണത്തിന് പിന്നാലെയാണ് 19th വേവ് ഓഫ് അറ്റാക്സ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അനൗൺസ് ചെയ്യുന്നത്. സ്വാഭാവികമായും വരും മണിക്കൂറുകളിലും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇരുവശത്തും ശക്തമായി തന്നെയാണ് തുടരാൻ സാധ്യത. എന്തായാലും കാർത്തിക് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുവാനോ അല്ലെങ്കിൽ യുദ്ധം നിയന്ത്രണ വിധേയമാകുന്ന തരത്തിലേക്ക് എത്തുവാനോ ഉള്ള ഒരു സാധ്യതയുമില്ല. അവിടെയാണ് ചൈനയുടെ ഭാഗത്ത് നിന്ന് മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മുൻകൈയെടുക്കാമെന്ന് പറയുമ്പോഴും ചൈന ഈ യുദ്ധത്തിൽ ഒരു പക്ഷം ചേരുന്ന നിലപാടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പ്രതിനിധി അജയ് സുധാ ബിജു തന്നെ ഓരോ രാജ്യങ്ങളും ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ എന്തൊക്കെ എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ അക്കാര്യങ്ങൾ ഇനിയും പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ടത് മറ്റു രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്നടക്കമുള്ള കൂടുതൽ പ്രതികരണങ്ങൾ പുറത്തുവരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഞാൻ കാർത്തിക്കിലേക്ക് വീണ്ടും പോകുന്നതിന് മുമ്പായി ഇപ്പോൾ കാനഡയും ഓസ്ട്രേലിയയും ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നത് നോക്കാം. We want to see a broader de-escalation of these hostilities with a broader group of countries than just the direct belligerents involved. We recognize, we stress that cannot be achieved unless we're in a position that Iran's ability to acquire a nuclear weapon, develop a nuclear weapon, and to export terrorism is ended. So that process must lead to those outcomes. I think the world wants to see a de-escalation and wants to see Iran cease to spread the destinations of its attacks. We're seeing Gulf states that have not been involved attacked across the board, including the attacks on civilian and tourist areas as well. But we also want to see the objectives achieved. I want to see the possibility of Iran getting a nuclear weapon removed once and for all. And I also want to see a removal of the ongoing threat that has been there for such a long period of time of Iran endangering peace and security and stability, not just in its own region, but here in Australia, of course. യെസ്, കാർത്തിക, ഒരുപക്ഷെ യുദ്ധം ഒരാഴ്ചയിലേക്ക് കടക്കുകയാണ്. അപ്പോഴും ആശ്വാസകരമാകുന്ന ഒന്ന്, ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ലോകരാഷ്ട്രങ്ങൾ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ പോലും പരസ്യമായി ആയുധങ്ങൾ നൽകി സഹായിക്കുക, ഏതെങ്കിലും തരത്തിൽ ഇറാന് കൃത്യമായ ആയുധങ്ങൾ എത്തിക്കുക, അങ്ങനെ വമ്പൻ ആയുധ ശേഖരമുള്ള രാഷ്ട്രങ്ങൾ ആ നിലയിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് പക്ഷേ റഷ്യയും ചൈനയും ഒക്കെ ഏത് തരത്തിലുമുള്ള സഹായവുമായി എപ്പോൾ വേണമെങ്കിലും എത്താം എന്നതാണ് പശ്ചാത്തലവും. അങ്ങനെയെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുക. ലോകക്രമത്തിൽ തന്നെ അത് വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കാം. വലിയ ദുരിതത്തിലേക്ക് പശ്ചിമേഷ്യയിലെ ജനതയെ തള്ളിവിട്ടേക്കാം. ഇപ്പോഴിതാ കൂടുതൽ നിലപാടുകൾ, പ്രതികരണങ്ങൾ ലോകരാജ്യങ്ങളിൽ നിന്ന് വരുമ്പോൾ ആ പശ്ചാത്തലത്തെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? നമുക്കറിയാം, ഈ യുദ്ധത്തിന്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ജലപാത പൂർണ്ണമായും അടച്ചിരിക്കുന്നു.
നിരവധി വെസലുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നു. ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് 37 ഇന്ത്യൻ പതാകകൾ വഹിക്കുന്ന കപ്പൽ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. ഏതാണ്ട് 1109 ക്രൂ മെമ്പർമാരും ഇത്തരത്തിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്നു. ഇന്ത്യയെ എത്തരത്തിൽ ഈ ഹോർമുസ് കടലിടുക്കിലെ ജലപാത തടസ്സപ്പെട്ടത് ബാധിക്കുന്നു, അതിനേക്കാൾ 5 ഇരട്ടിയോളം വരും അത് ചൈനയെ ഏത് തരത്തിൽ ബാധിക്കും എന്നത്. കാരണം ഇറാൻ്റെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവ് ചൈന കൂടിയാണ്. സ്വാഭാവികമായും നേരത്തെ വെനസ്വേലയിൽ സംഭവിച്ചത് നമുക്കറിയാം. വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ വിതരണം അത് ഭൂരിഭാഗവും ചൈനയായിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ആ അർത്ഥത്തിൽ ചൈനയ്ക്ക് വെനസ്വേലയിലേക്ക് US നടത്തിയ കടന്നുകയറ്റത്തിന് പിന്നാലെ അവിടെ വെനസ്വേലയുമായുള്ള ചൈനയുടെ എണ്ണ വ്യാപാരം പഴയതുപോലെ അല്ല. മാത്രമല്ല ആ ഘട്ടത്തിൽ ഇറാനിൽ കൂടി ഈ സംഘർഷം രൂക്ഷമാകുന്നത് ചൈനയെ വലിയ തോതിൽ അത് സാമ്പത്തികമായി ബാധിക്കും. സ്വാഭാവികമായും എണ്ണയും ഗ്യാസും അടക്കമുള്ള കാര്യങ്ങളിൽ അത് ചൈനയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ആ അർത്ഥത്തിൽ കൂടി വേണം ചൈനയുടെ ഈ ഘട്ടത്തിലെ ഇടപെടലിനെ നമുക്ക് വായിച്ചെടുക്കാൻ. അത് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നത് ചൈനയെ കൂടിയായിരിക്കും. സ്വാഭാവികമായും ചൈനീസ് വിദേശകാര്യമന്ത്രി ഇത്തരത്തിൽ മുൻകൈയെടുത്ത് സൗദിയുമായി സംസാരിച്ച് ഒരു സമവായ സാധ്യതകൾക്കുള്ള വഴി തുറക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അത് മുൻകൂട്ടി കൂടി കണ്ടുവേണം. അമേരിക്ക ഈ ആക്രമണം നടത്തുന്നതിന് പിന്നിലും പ്രത്യക്ഷത്തിൽ ഇറാനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമാണ് എങ്കിൽ കൂടിയും പരോക്ഷമായി ചൈനയെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരിക്കണം അമേരിക്കയുടെ നീക്കങ്ങളും. ഇതെല്ലാം മുന്നിൽ കണ്ടു വേണം നിലവിലെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നമ്മൾ വായിച്ചെടുക്കാനും. അത്തരത്തിൽ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ നിലവിലെ ഈ യുദ്ധ സാഹചര്യം അത് ലഘൂകരിക്കാൻ ആവശ്യമായ നടപടികൾ അതിന് പൂർണ്ണതോതിൽ പിന്തുണ നൽകും. അതിനാവശ്യമായ എന്ത് സഹായം നൽകാൻ അവർ തയ്യാറാകും. മാത്രമല്ല ഒരു ഘട്ടത്തിൽ പ്രത്യാക്രമണത്തെ അപലപിക്കുമ്പോഴും ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ആയുധം കൊണ്ടോ അല്ലെങ്കിൽ സൈനിക ശേഷി കൊണ്ടോ ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകില്ല എന്ന് തീരുമാനമെടുത്തത് വളരെ നിർണായകമായിരുന്നു. സ്വാഭാവികമായും അത്തരത്തിൽ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങൾ കൂടി അങ്ങനെ ഒരു നിലപാടെടുത്താൽ അത് വലിയ തോതിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കും. നമുക്കറിയാം സൈപ്രസിൽ വ്യോമ ബേസിന് നേരെ ആക്രമണമുണ്ടായി. ഇപ്പോൾ ആ വ്യോമ ബേസിലേക്ക് യൂറോപ്യൻ യൂണിയൻ കൂടുതൽ സൈനിക സഹായം അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നേരിട്ട് ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകാതെ മാറി നിൽക്കുന്നത് വലിയ ആശ്വാസകരമാണ്. യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായാൽ അത് വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും. എന്തായാലും ചൈനയും റഷ്യയും ഈ ഘട്ടത്തിൽ വളരെ നിർണായകമായ ഇടപെടൽ നടത്തുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. സ്വാഭാവികമായും ചൈനയ്ക്കും റഷ്യയ്ക്കും അത് അനിവാര്യവുമാണ്. നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ ഇന്ത്യയുടെ എണ്ണ കരുതൽ ശേഖരത്തെ സംബന്ധിച്ച് അഭിലാഷ് പറഞ്ഞു. 25 ദിവസത്തോളം ഉള്ള കരുതൽ ശേഖരത്തെ സംബന്ധിച്ച് ആമുഖത്തിൽ അഭിലാഷ് പറഞ്ഞു. സമാനമായി മറ്റ് സമാന്തര മാർഗങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഇന്ത്യ അതിനുള്ള സാധ്യതകൾ കൂടി അന്വേഷിക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന് സമീപം നിരവധി റഷ്യൻ കപ്പലുകൾ ഇപ്പോൾ ഉണ്ട്. അവ എണ്ണ വഹിച്ചുകൊണ്ടുള്ള യാത്രയിലായിരുന്നു. ഏതാണ്ട് 9.5 ബില്യൺ ബാരൽ എന്നാണ് റോയിറ്റേഴ്സ് അടക്കം വ്യക്തമാക്കുന്ന കണക്കുകൾ. ഈ എണ്ണ ടാങ്കറിലെ എണ്ണ ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് വഴിതിരിച്ചു വിടാൻ റഷ്യ സന്നദ്ധമാണ് എന്ന തരത്തിൽ റോയിറ്റേഴ്സ് കൂടി റിപ്പോർട്ട് ചെയ്യുന്നു. അത്തരത്തിൽ നിലവിലെ പ്രതിസന്ധികൾ രൂക്ഷമായി മുന്നോട്ട് പോകുമ്പോഴും വിവിധ രാജ്യങ്ങൾ സമാന്തര വഴികൾ സമാന്തര സാധ്യതകൾ ഓപ്പൺ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറുവശത്ത് നിലവിലെ യുദ്ധം അത് ഏതെങ്കിലും തരത്തിൽ സമവായത്തിലേക്ക് ഉള്ള സാധ്യതകൾ തുറക്കാൻ വഴിയുണ്ടോ എന്നും സജീവമായി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പക്ഷേ അപ്പോഴും ഇസ്രയേലും US വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ടെഹ്റാനിൽ ശക്തമായ ആക്രമണം ഇസ്രയേൽ നടത്തുന്നു. ഒപ്പം ലെബനൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രയേലും ശക്തമായ ആക്രമണം തുടരുകയുമാണ്. ലെബനനിൽ ഇതുവരെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം 5 പേർ കൊല്ലപ്പെട്ടു എന്ന തരത്തിലാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. യെസ്, എന്തായാലും പശ്ചിമേഷ്യ സംഘർഷഭരിതമായിട്ട് ഇന്ന് 6 ദിവസം ആകുന്നു. ഈ 6ാം ദിവസവും ഒരു തരത്തിലും പ്രതീക്ഷ നൽകുന്ന നീക്കങ്ങൾ ഒരു കോണിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരായ ആക്രമണം ശക്തിപ്പെടുത്തുകയാണ്. ഇറാൻ
പ്രത്യാക്രമണം എന്ന നിലയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാർത്തിക് പറഞ്ഞു വെച്ചതനുസരിച്ച് സൈപ്രസിലേക്ക് അടക്കം ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ ആക്രമണത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നതാണ് വസ്തുത. ഈ യുദ്ധം ഏത് തരത്തിലായിരിക്കും ലോകക്രമത്തെ ബാധിക്കുക എന്നത് ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. അപ്പോഴും നമ്മൾ മലയാളികളുടെ ഒരു പൊതുശീലമുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ അതാണ് ശരിയെന്ന് വാദിക്കുകയും ആ അഭിപ്രായങ്ങൾ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരമായി തള്ളുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ നിലനിൽപ്പും രാജ്യത്തെ ജനതയുടെ സുരക്ഷയും മാത്രമല്ല രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് ഏതെങ്കിലും തരത്തിൽ കോട്ടമുണ്ടാകാതിരിക്കുക എന്നതും പ്രധാനമാണ്. കാരണം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ അഭിപ്രായം പറയുന്ന നമ്മൾ നാളെ വിപണിയിലേക്ക് ഇറങ്ങി ഒരു ഉൽപ്പന്നം വാങ്ങാൻ ചെല്ലുമ്പോൾ അതിന് വില വർദ്ധിച്ചാൽ നമ്മുടെയൊക്കെ ഈ സ്വഭാവം മാറും എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ രാജ്യം കരുതലോടെയാണ്, നമ്മുടെ ഭരണകർത്താക്കളും കരുതലോടുകൂടിയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തെ വിലയിരുത്തുന്നത്. ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് കടുത്ത നിലപാടുകളിലേക്കൊന്നുമല്ല ഇപ്പോഴും ഇന്ത്യ പോകുന്നത്. ഒരുപക്ഷെ ഇത്തരം പോർവിളികളൊക്കെ നമ്മൾ അമേരിക്ക ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ അധിക തീരുവ സമയത്തും നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ട് ഇന്ത്യ അവിടെ പ്രതിഷേധിക്കുന്നില്ല, ബഹളം വയ്ക്കുന്നില്ല എന്നതൊക്കെയായിരുന്നു. പക്ഷേ അത്തരം വിഷയങ്ങളിലൊക്കെ ഇന്ത്യ വൈകാരികമായി അല്ല പ്രതികരിക്കാറുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അമേരിക്കയുടെ ആ ഘട്ടത്തിൽ ഒരു ഏറ്റുമുട്ടലിന് ഇന്ത്യ പോയിരുന്നില്ല. അതേസമയം റഷ്യയുമായി ഒരു പിണക്കത്തിനും ഇന്ത്യ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും, അതായത് അമേരിക്കയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ അടിസ്ഥാനത്തിലടക്കം കൂടുതൽ എണ്ണ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കൂടി ഇന്ത്യ വാങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ പോലും റഷ്യ ഇന്ത്യയിലേക്ക് ഇപ്പോഴും എണ്ണ എത്തിക്കാൻ, ഇന്ത്യക്കുണ്ടാകുന്ന ഒരു പ്രതിസന്ധിയിൽ ഇന്ത്യയോടൊപ്പം കൈകോർത്തുക്കാൻ ഒരുക്കമാണ് എന്ന് വ്യക്തമാക്കുന്നത്. അത്തരം ചില നയതന്ത്രങ്ങൾ പരാജയപ്പെട്ടു പോയാൽ ഒരുപക്ഷെ അതിൻ്റെ തിക്തഫലം സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെ ആണ് അനുഭവിക്കേണ്ടി വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.